ഡോക്ടർ ഷഹ്നയുടെ മരണത്തിൽ റുവൈസിന്റെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. റുവൈസിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. പഠനം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും റുവൈസും ആവശ്യപ്പെട്ടു. അതേസമയം റുവൈസ് ഷഹാനയുടെ വീട്ടിലെത്തിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച നടത്തിയതിന് സാക്ഷികളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. രേഷ്മ, ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഈ റുവൈസിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഷഹ്നയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റുവൈസ് തന്നെ നേരിട്ട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അല്ലെങ്കിൽ ആ മാന്യതയുടെ മുഖംമൂടി തനിക്ക് അഴിച്ചു മാറ്റാൻ സാധിച്ചില്ല എന്ന വേദനാജനകമായ കാര്യവും ഷഹ്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കോടതിയിൽ ഇന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണോ ഹൈക്കോടതി ഈ തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുക? ഷഹനയുടെ ആത്മഹത്യയിൽ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് റുവൈസ് നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ ആത്മഹത്യക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കി. ആത്മഹത്യക്കുറിപ്പ് വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നതെന്നാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് പറഞ്ഞിട്ടുള്ളത്. ഷഹനയുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയുള്ളതാണെന്ന് റുവൈസിന് അറിയാമായിരുന്നു. ഷഹനയുടെ വീട്ടിൽ റുവൈസിന്റെ കുടുംബം നേരത്തെ എത്തിയ സമയത്ത് സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച നടന്നു. ഇതിന് കൃത്യമായിട്ടുള്ള സാക്ഷികൾ ഉണ്ടെന്നും ഈ ആത്മഹത്യക്കുറിപ്പിലൂടെ തനിക്ക് മനസ്സിലാകുന്നതായിട്ടാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ റുവൈസ് ചില വാദഗതികൾ ഹൈക്കോടതി മുൻപാകെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വന്ദന കേസിൽ പോലീസിനെതിരെ നേരത്തെ താൻ സംസാരിച്ചിരുന്നു. ഇതിനുള്ള പ്രതികാര നടപടിയായിട്ടാണ് ഇപ്പോൾ പോലീസ് തന്നോട് കാട്ടുന്ന എല്ലാ നടപടികളും എന്നാണ് റുവൈസ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പ്രോസിക്യൂഷൻ യാതൊരു കാരണവശാലും റുവൈസിന് ജാമ്യം അനുവദിക്കരുത്. മാത്രമല്ല, അന്വേഷണം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് കേസിനെ സാരമായിട്ട് ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാമെന്നുള്ള ഒരു നിലപാട് റുവൈസ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. പഠനം പൂർത്തിയാക്കാൻ തനിക്ക് അവസരം നൽകണമെന്നുള്ള ഒരു ആവശ്യം റുവൈസ് ഉന്നയിച്ചു. കഴിഞ്ഞ തവണ ഹൈക്കോടതി മുൻപാകെ റുവൈസിന്റെ അഭിഭാഷകൻ ഈ റുവൈസിന് പഠനം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല, പഠനത്തിൽ മിടുക്കനാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച സമയത്ത് കോടതി ഒരു നിരീക്ഷണം കൂടി നടത്തിയിരുന്നു. ഷഹനയും പഠനത്തിൽ അതീവ മിടുക്കിയായിരുന്നു എന്ന നിരീക്ഷണം കോടതി നടത്തി. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഹൈക്കോടതി റുവൈസിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദം കേൾക്കുന്നത്. എന്തായാലും വെള്ളിയാഴ്ചത്തേക്ക് ഈ ജാമ്യ ഹർജി മാറ്റിയിരിക്കുകയാണ്. ശരി, രേഷ്മ ബാബാണ് വിശദാംശങ്ങൾ നൽകിയത്. റുവൈസിന്റെ ജാമ്യ ഹർജി വെള്ളിയാഴ്ചത്തേക്ക് ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്.